വരുന്ന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ പ്രമുഖ നേതാവായ സ്മൃതി ഇറാനിയെ മത്സരിപ്പിച്ചേക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു ദേശീയ മാധ്യമമാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖ നേതാവും മുഖ്യമന്ത്രിയുമായ സൗരഭ് ഭരദ്വാജിനെതിരെ ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് പാർട്ടി ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സൗരഭ് ഭരദ്വാജിനെ പോലെയുള്ള ഒരു പ്രമുഖ നേതാവിനെ നേരിടാൻ ഒരു കരിസ്മാറ്റിക് നേതാവായ സ്മൃതി ഇറാനിക്ക് കഴിയുമെന്നാണ് ബി.ജെ.പിയുടെ ഡൽഹി ഘടകം ദേശീയ നേതൃത്വത്തോട് വ്യക്തമാക്കിയിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ഇതുവരെ തന്നെ 59 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനിയും 11 പേരെ പാർട്ടി പ്രഖ്യാപിക്കാൻ ഇരിക്കെയാണ് സ്മൃതി ഇറാനി സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള വാർത്തകളും പുറത്തു വരുന്നത്. പാർട്ടി ഡൽഹി ഘടകത്തിന്റെ ഈ നിർദ്ദേശം സ്മൃതി ഇറാനിയുമായി സംസാരിച്ച് തീരുമാനത്തിലെത്താൻ ദേശീയ നേതൃത്വം ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ദേശീയ വൈസ് പ്രസിഡന്റായ വൈ ജയന്ത് പാണ്ഡെയോട് നിർദ്ദേശിച്ചതായും അറിയാൻ സാധിക്കുന്നു. സ്മൃതി ഇറാനിയോടൊപ്പം തന്നെ ബി.ജെ.പി ദേശീയ എക്സിക്യൂട്ടീവ് അംഗമായ ഡൽഹി മുൻ മേയറുമായ ആർതി മെഹ്റ, അതുപോലെ തന്നെ ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിലെ ഡൽഹി കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായ ശിഖ റായി, മുൻ കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി എന്നിവരുടെ പേരും കഴിഞ്ഞ ദിവസം ചേർന്ന പാർട്ടിയുടെ ഡൽഹി ഘടകം കോർ കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിരുന്നു. ആർദിയും ശിഖ റായും ഒക്കെ മണ്ഡലത്തിലെ താമസക്കാരാണ് എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രേറ്റർ കൈലാഷ് മണ്ഡലത്തിൽ നിന്നും ബി.ജെ.പി ടിക്കറ്റിൽ മത്സരിച്ച ശിഖ റായി സൗരഭ് ഭരദ്വാജിനോട് 16,000-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടിരുന്നു. മീനാക്ഷി ലേഖി ഡൽഹി കണ്ടോൺമെന്റ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനാണ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. അതേസമയം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് എതിരായി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചതിൽ AAP MLA-മാരായ മെഹീന്ദർ ഗോയലും ജയ് ഭഗവാൻ ഉപ്കറും പങ്കാളികളാണ് എന്ന് സ്മൃതി ഇറാനി പറഞ്ഞിരുന്നു. AAP പാർട്ടി ഇന്ത്യയുടെ ജനാധിപത്യ ചൂടിന് ഗുരുതരമായ ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ AAP നേതാക്കൾ മൗനം പാലിക്കുന്നതിനെതിരെയും സ്മൃതി ഇറാനി വിമർശനം ഉന്നയിച്ചിരുന്നു. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിക്കാനുള്ള ഗൂഢാലോചനയിൽ 2 AAP MLA-മാർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഡൽഹി പോലീസ് AAP MLA-മാർക്കും അവരുടെ ജീവനക്കാർക്കും 2 നോട്ടീസുകൾ നൽകിയിട്ടുമുണ്ട്. പക്ഷേ ഇരുവരും അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ സ്മൃതി ഇറാനി പറഞ്ഞിരുന്നു. നമ്മുടെ ജനാധിപത്യത്തിന് ഭീഷണിയായ വിഷയങ്ങളിൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ്? വ്യാജ വോട്ടർ കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ നുഴഞ്ഞുകയറ്റക്കാർ ആരാണ്? AAP MLA-മാർ അന്വേഷണ ഏജൻസിയുമായി സഹകരിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നും സ്മൃതി ഇറാനി ചോദിച്ചു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.